ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട് പുഡിംഗ് ട്രിഫിളാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ കിവി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ജെലാറ്റിൻ അല്ല, അതേപോലെ നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് ഫ്രൂട്ട് ട്രിഫിൾ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ 5 കിവി എടുത്തിട്ടുണ്ട്, 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 2 സപ്പോട്ട, ചിക്കു എന്ന് പറയും, അതേപോലെ തന്നെ ചെറിയും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാ ഫ്രൂട്ട്സും നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനത് കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് കട്ട് ചെയ്യാണ്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാം, അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പുളിയില്ലാത്ത ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം എല്ലാ ഫ്രൂട്ട്സും ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. അപ്പം ഞാൻ ആപ്പിളും ചെറിയും ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഇനി ആപ്പിളിൻ്റെ കളറ് നമ്മുടെ പുഡിങ്ങിൽ കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി നാരങ്ങ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്പിൾ കറക്കില്ല. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഫ്രിഡ്ജിൽ വയ്ക്കുക. അതേപോലെ തന്നെ ഞാൻ കിവിയും കട്ട് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഞാനിങ്ങനെ ക്യൂബായിട്ടും കിവി കട്ട് ചെയ്തിട്ടുണ്ട്, റൗണ്ടായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിവിയൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, കാരണം കിവി പുഡിങ്ങിന് നല്ല ടേസ്റ്റാണ് തരിക. ഇനി അതേപോലെ നമുക്ക് സപ്പോട്ട സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സപ്പോട്ട നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കുരു കളഞ്ഞ് ഇങ്ങനെ അരിയാണ്. ഇനി ഇത് ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പേസ്റ്റ് ആക്കിയാലും വല്ല പ്രശ്നമൊന്നുമില്ല. ലൂസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിക്കുന്നത്. മിൽക്ക് മെയ്ഡ് പുഡിങ്ങിലൊക്കെ നല്ല ടേസ്റ്റാണ് തരിക. അപ്പോൾ പരമാവധി പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഷുഗർ സിറപ്പും ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മിൽക്ക് മെയ്ഡിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പുഡിങ്ങിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഒന്ന് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കു സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ഞാൻ തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇനി നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കാം. കസ്റ്റർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് പാൽ ഞാൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യാണ്. അപ്പോൾ കസ്റ്റർഡ് പൗഡർ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഞാനിവിടെ 1 സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എനിക്ക് പോരാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കുറച്ച് പാലിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ഈ കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ കസ്റ്റർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആ പാലിലേക്ക്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് കസ്റ്റർഡ് മിക്സ് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി അതൊന്ന് കുറുകുന്ന വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാണ്. കറക്റ്റ് മധുരമായിരുന്നു പുഡിങ്ങിന്. അപ്പോൾ നിങ്ങൾ 3/4 കപ്പ് കറക്റ്റ് മധുരം ആഡ് ചെയ്യുക. അത് നന്നായിട്ട് കുറുകുന്ന വരെ ഇളക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് പൗഡർ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമും കസ്റ്റർഡും കൂടി മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തത്. അപ്പോൾ നമുക്കൊരു തിക്കായിട്ടുള്ളൊരു ക്രീം തന്നെ കിട്ടും.
അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ ആ ഒരു കേക്കിന് യൂസ് ചെയ്യുമ്പോഴുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു തിക്നെസ് നമുക്ക് വേണമെന്നില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതും നമുക്ക് ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊന്ന് തണുക്കുന്ന വരെ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നുണ്ട്. വിപ്പിംഗ് ക്രീമും നന്നായിട്ട് തണുത്തതിന് മാത്രമാണ് ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് വിപ്പിംഗ് ക്രീമിൻ്റെ പരുവം. ഇനി നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു ചെറിയൊരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിന് ഭയങ്കര വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ വിപ്പിംഗ് ക്രീം കിട്ടും. അതേപോലെ തന്നെ ബീറ്റർ ഇല്ലാന്ന് വെച്ചിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവം കിട്ടും. ഇനി ഞാൻ ആ വിപ്പിംഗ് ക്രീം നമ്മുടെ കസ്റ്റാർഡിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ വലിയൊരു ബാസ്ക്കറ്റ് എടുക്കാം. അപ്പോൾ ഈ ബാസ്ക്കറ്റിനകത്ത് ഞാനിവിടെ റൗണ്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കാം, ബ്രൗണീസ് എടുക്കാം, കേക്ക് എടുക്കാം. അപ്പോൾ ഒരു ബേസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ബ്രെഡ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ബൗളിൽ ഇതേപോലെ ഫസ്റ്റത്തെ ലെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സപ്പോട്ടയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. സപ്പോട്ടയുടെ സോസ് കുറച്ച് ലൂസാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ബ്രെഡ് കുറച്ചും കൂടി സോക്കായിട്ട് കിട്ടും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കുറച്ച് അധികം സ്റ്റഫ് ചെയ്താലും ഫില്ല് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആപ്പിളും ചെറിയും കൂടി ഇട്ട് വെച്ച് അത് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫില്ലിങ്ങോടുകൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ബാസ്ക്കറ്റ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രൂട്ട്സും വിപ്പിംഗ് ക്രീമും കസ്റ്റർഡ് പൗഡറൊക്കെ കുറച്ചും കൂടി വലുതാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിവി ആഡ് ചെയ്ത് കൊടുക്കാം. കിവി നമ്മുടെ പുഡിങ്ങിന് നല്ല ടേസ്റ്റാണ് തരുന്നത്. അതേപോലെ തന്നെ സപ്പോട്ടയുടെ സോസും. ഞാൻ കുറച്ച് അധികം തന്നെ ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്ത് നിറക്കുന്നുണ്ട്. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ആ സപ്പോട്ടയുടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ബ്രെഡിൻ്റെ ലെയർ വെക്കാം. ബ്രെഡ് ഇല്ലെങ്കിൽ ബിസ്ക്കറ്റും നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ കേക്കും ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെയും കസ്റ്റാർഡിൻ്റെയും ബാറ്റർ ഒഴിക്കുകയാണ്. ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഒന്നുകൂടി സോക്കാവും. തണുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും നിങ്ങൾ തണുക്കാൻ വേണ്ടി ഇത് വെക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ലെയർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ആപ്പിളിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ബദാമും റേസിൻസും അതേപോലെ തന്നെ കാഷ്നട്ടും ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കിവി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് ലെയർ ഇവിടെ സെറ്റായി. നമ്മുടെ അങ്ങനെ ട്രിഫിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും. എനിക്ക് 4-5 മണിക്കൂറൊന്നും വെക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് വേഗം തന്നെ കാണിച്ചു തന്നത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാണാനും ഭംഗിയാണ്. അതേപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ
സെർവ് ചെയ്യാനും നല്ല റിച്ചായിട്ട് നമുക്ക് തോന്നും. 5 മണിക്കൂറെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കണം. ആ തണുത്ത് കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആ ഫ്രൂട്ട് ആൻഡ് നട്ടിൻ്റെയും ക്രീമിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പം ഇനിയും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ അസ്സലാമു അലൈക്കും.